എല്ലാവരും എല്ലാവരും രാവിലത്തെ ഈ ഒരു 15 മിനിറ്റത്തെ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് നല്ല എന്താ പറയുക നല്ല ഫ്രഷ് എനർജി ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന എന്തൊരു അറിവും അത് വളരെ ചെറുതാണെങ്കിൽ പോലും നമുക്ക് വളരെ ഉപകാരത്തിൽപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും നല്ലൊരു ആരോഗ്യത്തോടെ ഇരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളുകളാണ്. നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ എന്തൊരു കാര്യവും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ. ആരോഗ്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായാലും മറ്റെല്ലാ കാര്യത്തിലും നമ്മൾ വളരെ ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. ഇവിടെ നമ്മുടെ ഈ വെസ്റ്റീജ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കമ്പനി നമുക്ക് നല്ലൊരു ആരോഗ്യം കൂടി പ്രദാനം ചെയ്യുന്ന ഒന്നാണ് അല്ലെ. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് വെസ്റ്റീജ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങള് നിങ്ങളിൽ പലർക്കും അത് അറിയുന്നതായിരിക്കാം. എങ്കിൽ പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എനിക്ക് അറിയുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും വെള്ളമായാലും ഒക്കെ നമുക്കത് എന്തെങ്കിലും രീതിയിൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമോ? കാരണം നമ്മുടെ ഇന്നത്തെ ജീവിതശൈലിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ശരീരത്തിന് ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് അല്ലേ. അപ്പൊ നമ്മളിപ്പോ നമുക്ക് കിട്ടുന്ന ഒരു പച്ചക്കറി ആണെങ്കിൽ പോലും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാ? പല വിഷാംശങ്ങളൊക്കെ അടങ്ങിയിട്ടാണ് വരുന്നത്. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും നമുക്കത് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. കുടിക്കുന്ന വെള്ളത്തിലാണെങ്കിലും എല്ലാത്തിലും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നല്ലൊരു ആരോഗ്യമുള്ള ഒരു ജനതയാണ് നല്ലൊരു എന്താ പറയുക ഒരു രാഷ്ട്രത്തിന്റെ ഇതെന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സോറി അപ്പൊ നമുക്ക് നല്ലൊരു പോഷക സമൃദ്ധമായ ഒരു ആഹാരമാണ് നമുക്ക് വേണ്ടത് അല്ലേ. ഈ ആ ഒരു ആഹാരം നമ്മൾ ഉണ്ടാക്കുന്ന ഇന്ന് നമ്മൾ നിത്യം പാചകം ചെയ്യുന്നതിൽ നമ്മളെല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടാണോ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നത്? നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. എല്ലാതും നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഈ നാട്ടിൽ നമുക്ക് ഈ എന്താ പറയുക പച്ചക്കറികളൊക്കെ ആണെങ്കിലും അത് ചെടിയിൽ നിന്ന് ഏതൊരു ഇതാണ് ഈ പച്ചക്കറി ആണെങ്കിലും അത് അതിന്റെ ചെടിയിൽ നിന്ന് അടർത്തിയെടുക്കുമ്പോൾ തന്നെ അതിന്റെ പല മിനറൽസും വൈറ്റമിൻസുകളും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ദിവസങ്ങളോളം ഇരുന്നിട്ടൊക്കെയാണ് കടകളിൽ എത്തിയിട്ടുണ്ടാവുക. ചിലപ്പോൾ കടകളിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ചു വെച്ചിട്ട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഈ കഴിക്കുന്ന ഈ പച്ചക്കറികളിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോഷകങ്ങളൊക്കെ ഉണ്ടാവും? ഇല്ല. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത്. ഈ നഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ഈ പോഷകങ്ങൾ നഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ആരോഗ്യം നമുക്ക് നശിക്കാനല്ലാതെ നമുക്ക് ഒരു ആരോഗ്യം നമുക്ക് അതിൽ കൂടെ ലഭിക്കുന്നുണ്ടായിരിക്കില്ല. നമ്മുടെ ഈ വെസ്റ്റീജ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കമ്പനിയിൽ നമുക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ധാരാളം എന്താ പറയാ സപ്ലിമെന്റ്സുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലഭിക്കാതെ നമ്മുടെ ഭക്ഷണത്തിലായാലും വെള്ളത്തിലൂടെ നമുക്ക് ലഭിക്കാതെ പോകുന്ന പല വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് ഈ സപ്ലിമെന്റ്സ് കഴിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ഒരു സമീകൃത ആഹാരം അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അത് നമുക്ക് സത്യമില്ലാതെ നമ്മളിപ്പോ ഈ പാചകം ചെയ്യുന്നതിലൊന്നും നമുക്ക് സമീകൃത ആഹാരം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാനോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ നമ്മൾ നല്ലൊരു ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമീകൃത ആഹാരം നമുക്ക് വേണം. അത് നമ്മുടെ ബുദ്ധി വികാസത്തിനാണെങ്കിലും മാനസികമായിട്ടും എന്താ വളർച്ചയ്ക്ക് എല്ലാത്തിനും നമുക്കൊരു സമീകൃത ആഹാരം വേണം. എന്നാലാണ് നമുക്ക് പ്രതിരോധ ശേഷി എല്ലാതും ഉണ്ടാവും. ഇപ്പൊ ഈ എല്ല് തേയ്മാനം പോലുള്ള പല പ്രശ്നങ്ങളും എല്ലാവരും പറയുന്നുണ്ട് അല്ലേ. ഇതൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ ആഹാരത്തിലൂടെ നല്ല ഒരു ഇത് കിട്ടണം. അപ്പോൾ സമീകൃത ആഹാരം അതായത് പോഷകങ്ങൾ അടങ്ങിയ ആഹാരം എന്ന് പറയുന്നത് ധാന്യങ്ങള്, പയറുവർഗ്ഗങ്ങള്, അതുപോലെ പച്ചക്കറികള്, ഇലക്കറികള്, മുട്ട, പാല്, ഇറച്ചി, വെണ്ണ അതുപോലുള്ള ഇത് എല്ലാം അടങ്ങിയതാണ് ഈ സമൃദ്ധാഹാരം എന്ന് പറയുന്നത്. ഇത്തരം സാധനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പോഷകഘടകങ്ങൾ എന്ന് പറയുന്നത് അന്നജം, മാംസ്യം, കൊഴുപ്പ്, ജീവകങ്ങള്, അതുപോലെ ധാതു ലവണങ്ങള്, നാരുകള് എന്നിവയൊക്കെ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇത്തരം വൈറ്റമിൻസുകളും മിനറൽസുകളും ഒക്കെ നമുക്ക് ലവണങ്ങളൊക്കെ നമുക്ക് പ്രധാനമായിട്ട് കിട്ടുന്നത് പച്ചക്കറിയിൽ നിന്നാണ്. ഈ പച്ചക്കറികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വിഷാംശം വന്നിട്ടാണ് അടിച്ചിട്ടൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലെ. അപ്പൊ അപ്പൊ നമ്മുടെ ഈ ഒരു കമ്പനി നമ്മുടെ ഈ വെസ്റ്റീജ് മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഒരു കമ്പനിയിൽ നമുക്ക് ധാരാളം സപ്ലിമെന്റ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതിലൊന്നാമത്താണ് ആംല എന്ന് പറയുന്നത്. ഈ ആംലയില് പറഞ്ഞാൽ അറിയാം നെല്ലിക്കയാണല്ലേ ധാരാളം. ഈ നെല്ലിക്കയിൽ എന്താ അടങ്ങിയിരിക്കുന്നത്? വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണെന്ന് പറയുന്നത്. ഈ അതുപോലെ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് നെല്ലിക്കയിലെ വൈറ്റമിൻ സി. അതുപോലെ ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്നാണ് പറയുന്നത്. നമ്മൾ ഈ പഠനങ്ങൾ പറയുന്നതൊക്കെയാണ് ബെസ്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് വൈറ്റമിൻ സി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വൈറ്റമിൻ സി അതിൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യങ്ങൾ കോശങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ കൊളാജൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനും നിലനിർത്താനും സഹായിക്കുന്നുണ്ട്.
അതുപോലെ വൈറ്റമിൻ സിയുടെ ഏറ്റവും ശക്തിയേറിയ ആന്റി ഓക്സിഡന്റ് ആണെന്ന് പറയുന്നത് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് ഈ ആന്റി ഓക്സിഡന്റുകൾ അല്ലെ? സസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെയാണ് മനുഷ്യ ശരീരത്തിലേക്ക് മാറാ രോഗങ്ങളിൽ നിന്നൊക്കെ കേടുപാടുകളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആന്റി ഓക്സിഡന്റുകൾ ഉള്ളത്. അപ്പൊ വൈറ്റമിൻ എ, അതുപോലെ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, അതുപോലെ സെലീനിയം, അതുപോലെ സസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളൊക്കെയാണ് ഈ ആന്റി ഓക്സിഡന്റുകൾ എന്ന് പറയുന്നത്. ചില വൈറ്റമിൻസുകളും മിനറൽസുകളും നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നവയാണ്. എന്നാൽ ചിലതെന്ന് പറയുന്നത് അന്നാന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയാണ് നമുക്ക് അത് ഉള്ളിലേക്ക് കിട്ടുന്നത്. എങ്കിൽ മാത്രമാണ് നമ്മുടെ എല്ലാ ഫങ്ഷൻസുകളും നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടാവുള്ളൂ. അന്നത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതിനെ ശരീരം പുറന്തള്ളുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ഇതാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഏതൊരു പുളിയുള്ള വസ്തുക്കളാണെങ്കിലും അതിലെല്ലാം ഇതിന്റെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ 1 മിനിറ്റ് സർ. സർ 1 മിനിറ്റ്. കാണുന്നില്ല. സർ 1 മിനിറ്റ് ഞങ്ങൾക്ക് സോറി ട്ടോ, കുറച്ച് ഒരു ഇതുണ്ടായി അതുകൊണ്ട്. അപ്പൊ ആന്റി ഓക്സിഡന്റുകൾ എന്ന് പറയുന്നത് ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം എന്നീ അസുഖങ്ങളെ ചെറുത്ത് നിർത്തുന്നുണ്ട്. അതുപോലെ അകാല വാർദ്ധക്യം തടയുന്നതിന്, അതുപോലെ ക്യാൻസർ വന്ന ആളുകൾക്ക് കീമോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ ഒരു പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇത്തരം പാർശ്വഫലങ്ങളൊക്കെ നമുക്ക് ലഘൂകരിക്കാനൊക്കെ ഈ ആംല നമ്മൾ കഴിക്കുന്നത് മൂലം നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് വരുന്ന അസുഖങ്ങളൊക്കെ ചെറുത്ത് നിൽക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തൊണ്ടവേദന, വായ്പുണ്ണ്, ജലദോഷം എന്നിവയൊക്കെ തടയാനായിട്ടും, അതുപോലെ സന്ധിവേദന, ഉറക്കക്കുറവ് മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങള്, അത്തരം പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് ഈ ആംല കഴിക്കുന്ന മൂലം നമുക്ക് വൈറ്റമിൻ സി നമുക്ക് ധാരാളം നമുക്ക് ലഭിക്കുമ്പോൾ അതൊക്കെ തടയാൻ നമ്മുടെ ശരീരത്തിന് പറ്റും. അതുപോലെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസുകളൊക്കെ നീക്കം ചെയ്യാന്, ചർമ്മത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാന്, അതുപോലെ തന്നെ അസ്ഥികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഒക്കെ ഇതിനും നമ്മൾ ഈ ഒരു ആംല കഴിക്കുന്ന പോലെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് ദഹന പ്രക്രിയ സുഗമാക്കാനായിട്ട്, അതുപോലെ ശ്വാസകോശ സംബന്ധമായ നെർവ് സിസ്റ്റത്തെ എല്ലാത്തിനും ശക്തിപ്പെടുത്താനും ഒക്കെ നമുക്ക് ഈ ആംല കഴിക്കുന്നത് മൂലം, അതായത് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ഈ ഒരു വൈറ്റമിൻ സി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നീർക്കെട്ട് കുറയ്ക്കാം. നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ഈ ഒരു ആംല കഴിച്ചാൽ നമുക്ക് ഇതാക്കും. പിന്നെ അതുപോലെ തന്നെ കാൽസ്യം, ബി കോംപ്ലക്സ് എന്നിവയൊക്കെ വലിയ തോതിൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ആംല എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ശരീരത്തിന് തണുപ്പ് നൽകാൻ, കാരണം നമ്മൾ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ചൂടുള്ള ഒരു കാലഘട്ടമാണല്ലേ. ഈ ചൂട് ഉള്ള സമയത്ത് നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കാനായിട്ട് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു ആംല നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാനും, അതുപോലെ മുടി കൊഴിച്ചിൽ തടയാന്, അതുപോലെ രക്തം ശുദ്ധീകരിക്കാന്, താരം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഒക്കെ നമുക്ക് ഈ ഒരു ആംല നമ്മൾ കഴിക്കുന്നത് മൂലം നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് ഒരുപോലെ കഴിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഇത് ഫ്രഷ് നെല്ലിക്ക നമ്മളിത് ആ ഒരു ക്യാപ്സൂൾ എടുത്തിട്ട് അത് തുറന്നിട്ട് ആ പൊടി നമ്മൾ നേരിട്ട് വായിലിട്ടിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രഷ് നെല്ലിക്ക കഴിക്കുമ്പോൾ ഉള്ളത് നമുക്ക് ആ ഒരു ടേസ്റ്റ്, അതേ സെയിം ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ആംലയുടെ ക്യാപ്സൂൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു ദിവസത്തിൽ 2 നേരം അത് ആഹാരത്തിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ജലദോഷമോ അല്ലെങ്കിൽ മറ്റുള്ള പനി പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴും നമുക്ക് ഇതെടുത്ത് കഴിക്കാവുന്നതാണ്. പെട്ടെന്ന് നമുക്ക് അതിനുള്ള ഒരു ആശ്വാസം കൂടെ ലഭിക്കുന്നുണ്ടാവും. നമ്മുടെ ഈ ഒരു ആംലയുടെ വില അതായത് MRP റേറ്റ്, നമ്മുടെ വെസ്റ്റീജിലുള്ള നമ്മുടെ ആംലയുടെ റേറ്റ് എന്ന് പറയുന്നത് MRP റേറ്റ് 244 ആണെങ്കിൽ അതിന്റെ DP പ്രൈസ്, അതായത് നമുക്ക് ലഭിക്കുന്ന വില എന്ന് പറയുന്നത് 171 രൂപയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു PV, നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിനും ഓരോ PV കണക്കിടല്ലേ. അപ്പൊ അതിന്റെ PV എന്ന് പറയുന്നത് 5.70 PV ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് കറ്റാർ വാഴയാണ്.
കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ആലോവേര. അത് ആലോ എന്നത് ഒരു ഗ്രീക്ക് വാക്കും വേര എന്നത് ലാറ്റിൻ വാക്കാണ്. അപ്പൊ സംസ്കൃതത്തിൽ നമ്മുടെ ഈ ആലോവേരന് എന്താ പറയാന്നറിയോ? നമ്മള് കുമാരി എന്നാണ് പറയുന്നത് ഈ സംസ്കൃതത്തില്. അപ്പൊ അലോവേരയുടെ മിറാക്കിൾ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ അലോവേര എന്ന് പറയുന്നത്. കാരണം ഒരുപാട് 90%, 95% വെള്ളാണെന്നാണ് പറയുന്നത് ഈ അലോവേരയിലുള്ളത്. അതുപോലെ തന്നെ അമിനോ ആസിഡും മിനറൽസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആയുർവേദത്തിലായാലും പുരാതന കാലഘട്ടങ്ങളിലൊക്കെ ആയാലും എന്തൊരു ഇതിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ആലുവേരയാണ്. ഇപ്പൊ നമ്മൾ തന്നെ ബ്യൂട്ടി കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് എന്താ? ഈ ആലുവേരയാണ് മെയിൻ ആയിട്ട് അതിൽ ഉണ്ടാവുക, അല്ലേ? അപ്പൊ അതുപോലെ തന്നെ പിന്നെ സാൽസിക് ആസിഡ്, മിനറൽസ്, അതുപോലെ അമിനോ ആസിഡ്, ഷുഗർ, അയേൺ, ഫോളിക്, വൈറ്റമിൻ B1, B2, B3, അതുപോലെ B6, B12, വൈറ്റമിൻ C, അതുപോലെ വൈറ്റമിൻ E, കാൽസ്യം, ധാരാളം ന്യൂട്രിയൻസ് എന്നൊക്കെ ഇതൊക്കെ നമ്മുടെ ഈ ഒരു ആലോവേരയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ C, വൈറ്റമിൻ E എന്നിവയുടെ കലവറയാണെന്ന് പറയുന്നത്. ഇത് കൊളാജനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഹോർമോൺസുകൾ ഉള്ളത് കൊണ്ട് കൊളാജനെ സെൻസിറ്റീവ് ചെയ്തിട്ട് ഇത് വളരെ എന്താ പറയാ, നമുക്ക് വളരെയധികം നമ്മുടെ ഒരു ഇതിനെ ബോഡീനെ ഇതാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ആന്റി വൈറൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ വൈറൽസിനെയൊക്കെ നമുക്ക് ശരീരത്തിൽ വരുന്ന വൈറസിനെയൊക്കെ നശിപ്പിക്കാനും ആന്റി ഇൻഫ്ലമറേറ്ററി ആയിട്ട് പ്രമേഹം, അതുപോലെ കൊളസ്ട്രോൾ എന്നീ ഇതിനൊക്കെ കുറയ്ക്കാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ അസിഡിറ്റി, ഗ്യാസ് ഇതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അലോവേരയുടെ ക്യാപ്സ് ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്യാസ് സംബന്ധമായ ഈ അസിഡിറ്റി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ബോഡിയുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ, അതുപോലെ വെയിറ്റ് മാനേജ്മെന്റ്, നമ്മുടെ ഇപ്പോൾ ശരീരത്തിന്റെ നമ്മുടെ വെയിറ്റിന്റെ ഇതൊക്കെ മാനേജ്മെന്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ബ്ലഡിലെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് അത് ഈ അലോവേര നമ്മൾ കഴിക്കുന്ന പോലെ അത് നമുക്ക് pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കിഡ്നിയുടെ, ലിവറിന്റെ എന്നിവയുടെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കാനും, അതുപോലെ തലയിലെ താരൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനും, യുവത്വം നിലനിർത്തുന്നുണ്ട്. നമ്മുടെ ഏതൊരു പ്രൊഡക്റ്റ് എടുത്താലും നമുക്ക് യുവത്വം നിലനിർത്തുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ നമ്മുടെ അലോവേരയും യുവത്വം നിലനിർത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ശരീരത്തിലെ അമിതമായി വരുന്ന കൊഴുപ്പിന് ശരീരത്തിനെ, അതായത് വിഷാംശത്തെ ഒക്കെ മാറ്റിയിട്ട് ഇതാക്കാനായിട്ട് പറ്റും. പിന്നെ കുഞ്ഞുങ്ങളിൽ ചില കുട്ടികളിൽ ഉണ്ടാവൂലേ വിരശല്യം കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഈ കുട്ടികൾക്ക് നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ അവരിൽ വരുന്ന ആ ഒരു വിരശല്യത്തെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ത്വക്ക് രോഗങ്ങൾ, ഇപ്പൊ നമ്മൾ ആലുവേരയുടെ ഒരു ജെല്ലോ അല്ലെങ്കിൽ ക്രീമോ എന്തെങ്കിലും ആണെങ്കിൽ നമ്മുടെ ഇപ്പൊ ശരീരത്തിലൊക്കെ വരണ്ട ചർമ്മമാണെന്നുണ്ടെങ്കിൽ അത് തേച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആ ശരീരത്തിന്റെ ആ ഒരു ഇത് ഡ്രൈനെസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും ഇതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങളൊക്കെ കുറയ്ക്കാനൊക്കെ നമ്മളെ ഇതാക്കും. അതുപോലെ രക്തശുദ്ധീകരണം, നമ്മുടെ രക്തത്തെ ശുദ്ധീകരിച്ച് തരുന്നുണ്ട്. നമ്മൾ ആലുവേര നിത്യം കഴിക്കുന്ന പോലെ നമ്മുടെ രക്തമൊക്കെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ ഗർഭാശയ ക്യാൻസർ, ഇതിനൊക്കെ ആലോവേര കഴിക്കുന്ന മൂലം തടയാൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ കുഴിനകം പോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ, പലരുടെ നഖമൊക്കെ ഒരു വൃത്തിയില്ലാതിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ ഈ ഒരു ഇത് കഴിക്കുകയാണെങ്കിൽ ഈ കുഴിനകം പോലുള്ള ഇത് തടയാൻ സാധിക്കും. അതുപോലെ തീപ്പൊള്ളലുള്ളവർക്ക് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മുറിവുകളൊക്കെ ഉണങ്ങാനും അതൊക്കെ പെട്ടെന്ന് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു ആലോവേര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദഹന പ്രക്രിയയെ നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ നല്ല രീതിയിൽ സുഗമമാക്കാനും, അതുപോലെ മലബന്ധം പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനും നമ്മുടെ ഈ ഒരു ആലോവേര കഴിക്കുന്നത് മൂലം സാധിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ആന്റി ഓക്സിഡന്റ് ആയ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ഈ ഒരു ആലോവേര എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രീ റാഡിക്കലിൽ നിന്നും ബോഡിയെ വളരെയധികം ഇത് സംരക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഒരു ചൂടിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിനും ആംല എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ ശരീരത്തിന്റെ ചൂടിനെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ആലോവേരയും നമ്മളെ നല്ല രീതിയിൽ നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് ഒരുപോലെ കഴിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ആലോവേര എന്ന് പറയുന്നത്. ഇത് ദിവസത്തിലെ 2 നേരം ആഹാരത്തിന് ശേഷമാണ് നമ്മളത് കഴിക്കുക. ഇപ്പൊ നമ്മുടെ കമ്പനിയിലുള്ള ഈ അലോവേര എന്ന് പറയുന്നത് MRP റേറ്റ് 384 DP പ്രൈസ്, അതായത് നമുക്ക് ലഭിക്കുന്ന വില എന്ന് പറയുന്നത് 269 രൂപയ്ക്കാണ്. അപ്പൊ ഇതിന്റെ PV എന്ന് പറയുന്നത് 8.97 PV ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അതുപോലെ അടുത്താണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്, അല്ലെ? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ മക്കളൊക്കെ കുട്ടികളൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലേ
നമ്മുടെ ഫസ്റ്റ് നമ്മൾ മക്കൾ കുടിക്കുന്ന ആ ഒരു മഞ്ഞ പാലിൽ നിന്നാണ് നമ്മൾ ആ ഏതൊരു കുട്ടി ജനിച്ച ഉടനെ കുടിക്കുന്ന ആ ഒരു മഞ്ഞ പാലിൽ നിന്ന് ആ കുട്ടികൾക്ക് നല്ലൊരു പ്രതിരോധ ശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അല്ലെ. അപ്പൊ ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് അത് മാതാപിതാക്കളുടെ ഒരു ആഗ്രഹമാണ്, എല്ലാ കുഞ്ഞുങ്ങളും നല്ലൊരു ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഒരു അപ്പൊ നമ്മുടെ നവജാത ശിശുവിന്റെ അതിജീവനത്തിനുള്ള ഒരു ഒന്നാണെന്ന് പറയുന്നതാണ്. നമ്മുടെ ശിശുക്കളുടെ അതിജീവനത്തിനുള്ള ഒന്നാണെന്ന് പറയുന്നത് ഈ കൊളസ്ട്രോം എന്ന് പറയുന്നത്. ഈ കൊളസ്ട്രോം കഴിച്ചിട്ടുണ്ടെങ്കിൽ മരണം വരെ ആ കുഞ്ഞിനെ സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. 37 തരത്തിലുള്ള പ്രതിരോധ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കൊളസ്ട്രോളത്തില്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റേജ് നമ്മൾ തരുന്ന കൊളസ്ട്രോം പശു പ്രസവിച്ച് ഒരു 6 മണിക്കൂറിനുള്ളില് ആദ്യത്തെ ഇപ്പൊ മഞ്ഞപ്പാൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കൊളസ്ട്രോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ജീവിതകാലം മുഴുവൻ ആരോഗ്യ പ്രദാനം ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. നമ്മുടെ കൊളസ്ട്രോളിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇമ്യൂണോഗ്ലോബിന്, അതുപോലെ ലാക്ടോഫെറിന്, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഇ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പ്രോട്ടീൻസ്, മാഗ്നീഷ്യം, ഒലിഗോറൻസ്, ആന്റി മൈക്രോബ്സ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കോശങ്ങളുടെ ആരോഗ്യത്തെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇമ്മ്യൂണിറ്റി കൂട്ടാന്, നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ കുട്ടികളിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടോ, പെട്ടെന്നൊക്കെ അസുഖങ്ങൾ വരുന്നുണ്ടാവില്ലേ കുട്ടികൾക്ക്. പക്ഷെ നമ്മുടെ ഈ ഒരു കൊളസ്ട്രോൾ നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും അതുപോലെ ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യാനും അതുപോലെ ശരീരത്തിൽ നമ്മുടെ ഇലാസ്റ്റികത, നമുക്ക് ശരീരത്തിന് ഒരു ഇലാസ്റ്റികത ഒക്കെ പ്രദാനം ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഏതൊരു പ്രൊഡക്റ്റ്, നമ്മുടെ കമ്പനിയിലുള്ള ഏതൊരു പ്രൊഡക്റ്റ് എടുത്തു നോക്കിയാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്, ഒന്നും നമുക്ക് മാറ്റി വെക്കാനുള്ളതില്ല അല്ലെ. എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് വേണ്ടതാണ്. ഈ പ്രമേഹ രോഗികളായാലും ഇവർക്കൊക്കെ ഈ ഒരു ഇൻസുലിന്റെ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു കൊളസ്ട്രോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ സഹായിക്കുന്നുണ്ടാവും. അപ്പൊ അത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവരായ നമ്മൾക്കും ഈ ഒരു കൊളസ്ട്രോൾ നമുക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ എല്ലുകളുടെ ഇത് ബലം വർദ്ധിപ്പിക്കുന്നതിന്, അതുപോലെ DNA, RNA എന്നിവയുടെ ഒക്കെ ഗ്രോത്തിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ അലർജിയിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു കൊളസ്ട്രോൾ കഴിക്കുന്നത് പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ധാരാളം പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ നിർത്തുന്നത്. എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പലർക്കും ഇത് അറിയുന്ന കാര്യങ്ങളായിരിക്കാം, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ഉപകാരത്തിൽ പെടട്ടെ എന്ന് കരുതിയോണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താ പറയാ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇനി അടുത്ത സെഷനിലൂടെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞാനിത് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. വിഷ് യു വെൽത്ത്. താങ്ക് യു സാജിദ. വളരെ മനോഹരമായിട്ടാണ് കുറേ അറിവുകൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഞാൻ ഈ സ്ലൈഡ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഞാൻ ഇല്ല കുഴപ്പമില്ല അറിയുന്നത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാക്കിയിട്ട് നമുക്ക് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. ഓക്കെ. ഇത് ഈ ഒരു പ്രൊഡക്റ്റ്, ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റ്, പ്രതിരോധശേഷി നമുക്ക് കൂട്ടാൻ സാധിക്കുന്ന വണ്ടർഫുൾ ആയിട്ട് ഒരു 5-6 പ്രൊഡക്റ്റ് നമുക്കിതിൽ ഓൾറെഡി ഉണ്ട്. അതിൽ സാജിദ പറഞ്ഞ ആ ഒരു 3 പ്രൊഡക്റ്റും ആംല ആയിക്കഴിഞ്ഞാലും അലോവേര ആയിക്കഴിഞ്ഞാലും അതുപോലെ കൊളസ്ട്രോം ആയിക്കഴിഞ്ഞാലും അത് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ അത്യാവശ്യമായ പ്രൊഡക്റ്റുകളാണ്. കൊളസ്ട്രോം ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള വളരെ യൂസ്ഫുൾ ആയിട്ട് പ്രൊഡക്റ്റും അതുപോലെ ആംല ആയിക്കഴിഞ്ഞാലും നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. അത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കുറേ ചെറിയൊരു മാസത്തെ എക്സ്പീരിയൻസ് മാത്രമേ സാജിദയ്ക്ക് ബിസിനസ്സിലുള്ളൂ. ആ പ്രൊഡക്റ്റിൽ അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷമാണ് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും ശ്രമിച്ചത്. അവരുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഒരുപാട് റിസൾട്ട് കിട്ടിയ കുറേ പ്രൊഡക്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് ആ ബിസിനസ് അവർ ചെയ്യുന്നതും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും അതിനൊക്കെ ശ്രമിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കണം. ഓക്കെ. ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ടോ? അലോവേരി, കൊളസ്ട്രോം അതുപോലെ ആംലയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ ഉപയോഗിച്ച പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ സാധിക്കുവാണെങ്കിൽ ഞാൻ അൺമ്യൂട്ടാക്കി തരാം. 1-2 ആൾക്കാർക്ക് ഇന്ന് നമുക്ക് സംസാരിക്കാൻ ഒരു അവസരമുണ്ട്. ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഈ ആംലയും കൊളസ്ട്രോം അതുപോലെ അലോവേരയൊക്കെ ഉപയോഗിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ
നിങ്ങളുടെ അഭിപ്രായം പറയാമോ? ഫിസിക്കലായി നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് സുശീല പറഞ്ഞു. ഗുഡ് മോർണിംഗ് സർ. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ സാജിദ മാം വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സെഷൻ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ സെഷൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതിന് ഒരു താങ്ക്സ് അറിയിക്കുകയാണ്. അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിലുള്ള എല്ലാ പ്രോഡക്ട്സും, ഇമ്മ്യൂണിറ്റി കാറ്റഗറിയിലുള്ള എല്ലാ പ്രോഡക്റ്റും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി എനിക്ക് എടുത്തു പറയേണ്ട ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അംല എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും അംല ഉപയോഗിക്കണം. കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇപ്പോ എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണല്ലേ, ഒരു വലിയ വലിയ അസുഖങ്ങളൊന്നും ദൈവം സഹായിച്ച് നമുക്ക് ഇല്ലെങ്കിൽ കൂടെ പനി, ജലദോഷം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്ത വീടുകളില്ല. അത് മുതിർന്നവർക്കാവട്ടെ കുട്ടികൾക്കാവട്ടെ എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ്. അപ്പോ നമ്മളിപ്പോ എന്റെ വീട്ടിൽ ഇപ്പോ ഞാനും എന്റെ മകനും ഒരു 1 ഇയർ ആയിട്ട് ഒരു പീസ് പാരസെറ്റമോൾ പോലും കഴിക്കാത്ത രീതിയിൽ നമുക്ക് അത്രയും ഇമ്മ്യൂണിറ്റി കൂട്ടിക്കൊണ്ട് വരാനും, അല്ലെങ്കിൽ ഇപ്പൊ ഈവൻ ഒരു പനി വന്നാൽ കൂടെ 2 വീതം ആംല കഴിച്ച് നമ്മളുടെ ആ ഒരു അസുഖാവസ്ഥ, പനി എന്ന അസുഖാവസ്ഥയിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇപ്പൊ ഈ ഒരു ബിസിനസ്സിൽ വന്നാൽ കൂടെ പനി വരുമ്പോ എല്ലാവരും ഡോളോയും പാരസെറ്റമോളും ഒക്കെ കഴിക്കുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കാം. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സപ്ലിമെന്റ്സ് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിക്കുമ്പോൾ അത് റിസൾട്ട് കുറച്ച് ചിലപ്പോൾ ചിലരിൽ വൈകി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു അംല കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് അല്ലേ. അപ്പൊ കുട്ടികളുടെ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോം, എന്റെ ബ്രദറിന്റെ കുട്ടികൾ 4 വയസ്സായിട്ടുള്ളൂ. അവർ 3 വയസ്സിന് ശേഷം ഇങ്ങോട്ട് ഈ ഒരു കൊളസ്ട്രോം ക്യാപ്സ്യൂൾസ് കഴിക്കുന്നുണ്ട്. അവരിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ട്വിൻസ് ആണ് അവര്. അപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ അവരിലുണ്ട്. അതുപോലെ തന്നെ അലോവേരയും നോനിയും അതുപോലെ സ്പൈറലിനയും ഒക്കെ സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. സ്പൈറലിനൊക്കെ നമ്മൾ ഒരു 2 എണ്ണം കഴിച്ച് രാവിലെ തന്നെ കഴിക്കുകയാണെങ്കിൽ അത്രയും എനർജി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും ഇമ്മ്യൂണിറ്റി കാറ്റഗറിയിലുള്ള പ്രോഡക്ട്സ് വാങ്ങി ഉപയോഗിക്കുക. ഇപ്പൊ പിന്നെ ഈ അംല ക്യാപ്സ്യൂൾസ് നമ്മൾ ഒത്തിരി ചുമയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ആ ക്യാപ്സ്യൂള് പൊട്ടിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ്, മുതിർന്നവർക്കാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് നാവിലിട്ട് അലിയിച്ച് കഴിക്കാവുന്നതാണ്. അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ തേനിൽ ചാലിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ചുമ, കുത്തി വരുന്ന ചുമ, അതുപോലെ തന്നെ കഫക്കെട്ടുള്ള ചുമയാണെങ്കിൽ കൂടെ അതിൽ നിന്നൊക്കെ നല്ല മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗിക്കാം. നമുക്ക് അസുഖം വരുമ്പോഴല്ല, നമ്മൾ ഇത് അസുഖം വരുന്നതിനെ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ്, നല്ല ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് തന്നെ വന്നത്. എല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പ്രോഡക്ട്സും, ഇപ്പോ ഇമ്മ്യൂണിറ്റി കാറ്റഗറി ആണെങ്കിലും ബാക്കി എല്ലാ കാറ്റഗറി പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്ക് കഴിയുന്ന അത്രയും നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് മാക്സിമം പ്രോഡക്ട്സ് വാങ്ങിച്ച് ഉപയോഗിക്കുക. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ, നല്ല വെൽത്തി ആവട്ടെ. വിഷ് യു വെൽത്ത്. താങ്ക് യു സർ. ആക്ച്വലി സുഷിത പറഞ്ഞ ആംല ഇന്നലെ രാത്രി 9 മണിൻ്റെ സെഷൻ ചെയ്ത സമയത്ത് എനിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ ആ സെഷൻ കഴിഞ്ഞ ഉടനെ 2 ആംല എടുത്ത് കഴിക്കിയത് രാവിലെ ഞാൻ ഓക്കെ. നല്ല ബോഡി പെയിൻ, ആ ബോഡി പെയിനും തൊണ്ട കരകരപ്പൊക്കെ ഉള്ള സമയത്ത് എനിക്ക് മനസ്സിലായിരുന്നു നാളെ നല്ല പനി വരാൻ സാധ്യതയെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ രാത്രി ആ സെഷൻ കഴിഞ്ഞ ഉടനെ 2 ആംല എടുത്ത് കഴിച്ചു. അതിനുശേഷമേ ഞാൻ ഭക്ഷണം കഴിച്ചു. കാരണം അതുവരെ അത്ര പോലും ഞാൻ വെയിറ്റ് ചെയ്തില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കാൻ കാത്തിരുന്നില്ല, ഉടനെ തന്നെ എടുത്ത് കഴിച്ചു. ഞാൻ അപ്പം തന്നെ ഭക്ഷണം കഴിച്ച് കുറച്ച് ഉറങ്ങേണ്ട സമയം ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. അത്രക്കും നല്ല റിസൾട്ട് ആംല കേട്ടോ. എല്ലാവർക്കും അറിയാം, ഒരു പനിയുടെ ലക്ഷണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബോഡിയിൽ അത് അറിയാൻ സാധിക്കും. അതിന് നിങ്ങൾ ആ സമയത്ത് ചെയ്യേണ്ട 2 ആംല എടുത്താൽ കഴിച്ചാൽ മതി, കുഴപ്പമില്ല. ഒരു 2-3 മണിക്കൂറും നിങ്ങൾക്ക് അതിന് നല്ല മാറ്റം അറിയുന്നുണ്ടോ. വേറെ ആർക്കെങ്കിലും ആംലയോ അലോവേരയോ ഉപയോഗിച്ച്, കൊളസ്ട്രോൾ ഉപയോഗിച്ച് ആർക്കെങ്കിലും റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ പറയാം കേട്ടോ. ആരെങ്കിലും ഈ പ്ലാറ്റ്ഫോമിലുള്ള ആംല സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടോ? ആംലയും കൊളസ്ട്രോൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്? പ്രേമ ചേച്ചി പറയും. ഹലോ സാർ, ഗുഡ് മോർണിംഗ് സാർ. സാർ, ഞാൻ പിന്നെ വന്നിട്ട് 4 മാസമായി മീറ്റിംഗ് ഇതിലേക്ക്, ഗ്രൂപ്പിൽ വെസ്റ്റേജിലേക്ക്. ഞാനും ആംലയും അലോവേരയും പിന്നെ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു, അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഒരുവിധം സപ്ലിമെന്റ്സ് ഒക്കെ ഇപ്പം കഴിക്കാൻ തുടങ്ങി 4 മാസത്തിൻ്റെ ഉള്ളിൽ. അപ്പം എനിക്ക് എൻ്റെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവരും ആംല, അലോവേര
പിന്നെ അങ്ങനെയുള്ള എല്ലാ സപ്ലിമെന്റ്സും കഴിക്കണം എന്നാണ് ഞാനും പറയുന്നത്. പിന്നെ ഇന്ന് സജിത മേഡം പറഞ്ഞ പോലെ എനിക്കങ്ങനെ ഞാൻ എല്ലാവരോടൊന്നും അങ്ങനെ ഒരുപാട് സംസാരിക്കാനൊന്നും എനിക്ക് അറിയില്ല. എന്നാലും പിന്നെ ഞാൻ എന്നെ അറിയുന്ന ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ പറയുന്നവരോടൊക്കെ ഞാൻ ഈ പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കാറുണ്ട്, മേടിച്ച് കൊടുക്കാറുണ്ട്. അവരൊക്കെ കഴിച്ചിട്ടും നല്ല ഇതാണ് പറയുന്നത്. സാർ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ സാറേ. ഓക്കെ, താങ്ക് യു ബ്രാഹ്മണി ചേച്ചി. സുഷിതയും അഭിപ്രായം വളരെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അവര് സപ്ലിമെന്റ്സ് ഉപയോഗിച്ച് ഒരുപാട് ആരോഗ്യം ഗുണമുണ്ട്. അതുപോലെ ബ്രാഹ്മണി ചേച്ചിയും എല്ലാ സപ്ലിമെന്റ് ഉപയോഗിക്കുന്നതാണ്. ഇനി വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? പറയാറുണ്ടെങ്കിൽ സക്കീർ ഭായി പറഞ്ഞോളൂ. ജാസ്മിൻ പറയാം. ഞാൻ 4 മാസമായി വെസ്റ്റീജിലേക്ക് വന്നിട്ട്. അംല, റെസ്പോക്കയർ, പിന്നെ പഞ്ചതുളസി ഇതെല്ലാം കഴിച്ച് എനിക്ക് ഭയങ്കര തുമ്മലും ജലദോഷവും ഒക്കെ ആയിരുന്നു. അപ്പൊ അതെല്ലാം നല്ല മാറ്റമുണ്ട്. അപ്പൊ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല എങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ തുമ്മലുണ്ട്. പക്ഷെ പഴയതിലും നല്ല മാറ്റമുണ്ട്. പിന്നെ ഞാൻ എല്ലാം കുറെ സപ്ലിമെന്റ് കഴിക്കുന്നുണ്ട്. എനിക്ക് നല്ല വ്യത്യാസമുണ്ട് എല്ലാത്തിലും. താങ്ക് യു ജാസ്മിൻ. ആരെങ്കിലും വേറെ ഉണ്ടോ എക്സ്പീരിയൻസ്? ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ചേച്ചി. ഞാനും 5-6 മാസമായിട്ട് കഴിക്കാറുണ്ട്. 5-6 മാസം ആവില്ല. വേറെ കുറെ പ്രൊഡക്റ്റുകൾ കഴിക്കാറുണ്ട്. നോനി, ഫ്ലാക്സ് ഓയില്, ഗാനോഡെർമ, സ്പിരുനില എല്ലാം കഴിക്കാറുണ്ട്. ആവലയുടെ റിസൾട്ട് 5-6 മാസമായിട്ട് എനിക്ക് വീട്ടിലാർക്കും പനിയൊന്നും വരാറില്ല. ജലദോഷം, തുമ്മല് ഇതൊന്നും വരാറില്ല. ആംല കഴിക്കുന്നുണ്ട്, ഡെയിലി കഴിക്കാറുണ്ട്. 5-6 മാസമായി കണ്ടിന്യൂ കഴിക്കാറുണ്ട്. നല്ല റിസൾട്ടാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ചേച്ചി. ബീഹാറിൽ നിന്നാണ് കൃഷ്ണവേണി ചേച്ചി ഈ അഭിപ്രായം നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ആംല വളരെ നോർമൽ ചെറിയ പൈസയേ ഉള്ളൂ കേട്ടോ. വളരെ തുച്ഛമായ വിലയുള്ള ആംലക്കുള്ളൂ. സ്ഥിരമായിട്ട് കഴിക്കാൻ സാധിക്കുവാണെങ്കിൽ നല്ലതാട്ടോ. ആൻസർ പറയുന്നുണ്ടോ? ആരെങ്കിലും വേറെ പറയാനുണ്ടോ? പറഞ്ഞു. ഹലോ. ഉമൈബ പറഞ്ഞു. ഞാന് വെസ്റ്റീജിൽ വന്നിട്ട് ഇപ്പൊ 5-ാമത്തെ മാസമാണ്. ഈ 5 മാസം മുതൽ ഫസ്റ്റില് ഞാന് വാങ്ങിച്ചത് ഐ സപ്പോർട്ടാണ്. എന്റെ കണ്ണിന് ചെറുത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ കണ്ണിൽ ഇങ്ങനെ നിറയെ പീള വന്നിട്ട് തീരെ തല താഴ്ത്താനോ ഒന്നും പറ്റൂലായിരുന്നു. കണ്ണിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ചാടിയിട്ട് ഞാന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കാണിച്ചിട്ട് അവര് ഓപ്പറേഷൻ പറഞ്ഞതായിരുന്നു. അപ്പൊ അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ വെസ്റ്റേജിൽ വന്നിട്ട് അന്ന് മുതല് ഐ സപ്പോർട്ട് കഴിച്ചിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്. കണ്ണ് ഇപ്പൊ തല താഴ്ത്തുമ്പോഴും പിന്നെ നേരം വെളുത്താലൊക്കെ നല്ല പീളൊക്കെ കണ്ണില് മൂടി കെട്ടിയിട്ട് കണ്ണ് തുറക്കാനേ പറ്റുന്നില്ല. അതിനൊക്കെ ഇപ്പൊ നല്ല ആശ്വാസമാണ്. പിന്നെ അമ്ല ഞാൻ അന്ന് മുതൽ 5 മാസം ഇന്ന് വരെ ഉപയോഗിക്കുന്നുണ്ട്. എന്റെ മക്കളുണ്ട്, ചെറിയ കുട്ടികള്, അവർക്കൊക്കെ അമ്ല കൊടുത്തിട്ട് അന്ന് മുതൽ പിന്നെ പനി ചെറുതായിട്ട് ഇങ്ങനെ അതേപോലെ ഇങ്ങനെ ചെറിയൊരു ചൂട് വരുമ്പോഴത്തേന് ഞാൻ അമ്ല കൊടുക്കും. പിന്നെ സ്ഥിരം അവരെന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യും. അമ്ല ആണോ തുളസി, അമ്ല, ഐ സപ്പോർട്ട് അതൊക്കെയാണ് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത്. നല്ല മാറ്റാണ് എനിക്ക്. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്. താങ്ക് യു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാട് ഞാൻ എത്രയോ ഈ 5 മാസം കൊണ്ട് ഞാൻ സത്യം പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ പോയിട്ടേ ഇല്ല. അല്ലെങ്കിൽ എനിക്ക് കുട്ടികൾ ചെറുതായങ്ങനെ അവർക്ക് ഇടക്കിടക്ക് പനി വരും, ജലദോഷം വരും. അപ്പൊ എന്നും ഈ ഹോസ്പിറ്റലിലേക്ക് പോണ പണി എന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ എത്രയോ അൽഹംദുലില്ലാ ഹോസ്പിറ്റലിലേക്ക് പോണ്ട അത് കുറച്ച് കുറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് വേറെ എന്താ ഇത്ര തന്നെ പറയാനുള്ളൂ. താങ്ക് യു. താങ്ക് യു ഉമൈബ. ഉമൈബ എനിക്ക് 5 മാസം ബിസിനസ്സിൽ വന്നിട്ട് 5 മാസം കൺസിസ്റ്റൻസി നിർത്താതെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ മാസം ചെയ്യും. ഈ മാസം ഫ്രീ പ്രോഡക്റ്റ് ആയിട്ട് പോലും ഇപ്രാവശ്യം കൺസിസ്റ്റൻസി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അവർ ആ കണ്ണിന്റെ കാര്യം സർജറി പറഞ്ഞ കാര്യം നിങ്ങൾ ആലോചിക്ക്. കണ്ണിനൊക്കെ സർജറി ചെയ്യുമ്പം എന്തൊക്കെ ബുദ്ധിമുട്ടാണ്. ഒന്നിൻ്റെ വേദന സഹിക്കണം അല്ലേ? പിന്നെ കുറേ ദിവസം അതിൻ്റെ ബുദ്ധിമുട്ട്, പൈസ ഹോസ്പിറ്റലിൽ കൊടുക്കണം. ഇതെല്ലാം അവർക്ക് മാറ്റാൻ സാധിക്കുന്ന ഐ സപ്പോർട്ടിലൂടെയാണ്. അപ്പൊ അത്രയും സന്തോഷം അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കിട്ടുന്ന ആ മാറ്റം, ഈ പറഞ്ഞ ആ കുഞ്ഞുങ്ങൾക്ക് പനി വന്നുള്ള അവസ്ഥ എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് തന്നെയല്ല നമ്മുടെ പരിപാടികളെ. ഹോസ്പിറ്റലിൽ പോവുക,
ആൻറ്റിബയോട്ടിക്കും കഫ്സിറപ്പും കൊടുക്കുക. ഇത്രയും വെസ്റ്റേജിൽ വന്നതിന് ശേഷം അവർ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടില്ല, കുഞ്ഞുങ്ങൾക്ക് പനി വന്നതിന് പ്രശ്നം വരുന്നില്ല, അമ്ല കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ പർച്ചേസിങ്ങിലും അമ്ല തീരുമ്പം നിങ്ങൾക്ക് അതിൻ്റെ വിഷമം അറിയാമെങ്കിൽ ആംല തീർന്ന സമയത്ത് വീട്ടിൽ ആംല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും തിരിച്ചറിയും. അത് കഴിഞ്ഞവർക്ക് ശരിക്കും അറിയാം. ആംല കഴിഞ്ഞ് കഴിഞ്ഞാലോ ഒരു ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ 1-2 ആംല വാങ്ങിച്ച് വെച്ചോട്ടോ. അത് ഇല്ലാതിരിക്കുമ്പോൾ അതിൻ്റെ വില നിങ്ങൾക്ക് അറിയും. എനിക്കൊക്കെ ശരിക്കും അറിഞ്ഞിട്ടില്ല. അത് ദുബായിലില്ല. ഇപ്പം ദുബായിൽ പ്രൊഡക്റ്റ് കിട്ടാണ്ട് ആരെങ്കിലും വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും ആംല വാങ്ങിച്ചു വെക്കും. ഇപ്പോൾ ശ്രീജ ആദ്യമേ പറഞ്ഞു 2 വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 1 2 വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കതിൻ്റെ ഗുണം അറിയണമെങ്കിൽ ഉപയോഗിച്ചവർക്ക് അറിയാം. ആംല ഇതുവരെ ഉപയോഗിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ പർച്ചേസിങ്ങിലും ഒരു ആംല ആഡ് ചെയ്ത് കേട്ടോ. സാധനം തീർന്നിട്ടില്ല, ഒരു ബോട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഓർഡർ ചെയ്ത് വെച്ചു. അത് നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇതുവരെ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഉപയോഗിക്കാമല്ലോ. ആവശ്യം എന്ന് വെച്ചാൽ അത്രയും അത്യാവശ്യം. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു എക്സ്പീരിയൻസ് പറയാൻ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ 3 മാസമായി ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ആയിട്ട് ഞാൻ ആദ്യം വെരിമാക്സ് ആണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിച്ചത്. അതിൽ നല്ല മാറ്റം എനിക്കുണ്ടായി. യൂട്രസിന്റെ പ്രശ്നമൊക്കെ ആയിരുന്നു എനിക്ക്. ഇപ്പം നല്ല മാറ്റമുണ്ട്. അതിപ്പോൾ മരുന്ന് കഴിക്കാതെ തന്നെ ഇപ്പോൾ എനിക്ക് ആശുപത്രി പോകാതെയും ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പഞ്ചതുളസി, ഫ്ലാക്സ് ഓയില്, ആംല, ഗാനോഡർമ ഇതെല്ലാം ഞാൻ കഴിക്കുന്നത് എല്ലാം നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സീന. അസിത ചോദിച്ച് ചുമ മാറുമെന്ന് ചോദിച്ചാൽ നമ്മൾ ആംല ചുമ മാറ്റാനുള്ളതല്ല. നിങ്ങൾക്ക് ചുമയുണ്ടെങ്കിൽ കഫം ഉണ്ടാവും. കഫമുള്ളതുകൊണ്ടാണ് ഈ ചുമ വരുന്നത്. അത് ആ കഫം പോകണം. അതിന് നമ്മൾ റെസ്പോക്കെയർ ഉപയോഗിക്കണം. റെസ്പോക്കെയർ ഉപയോഗിക്കുമ്പോൾ നല്ല ചുമയുണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ ഒരു 2-3 ദിവസം നല്ല ചുമയുണ്ടാവും. കഫം പോകാൻ വേണ്ടിയിട്ടാണ്. റെസ്പോക്കെയർ, ആംല, തുളസി ഡ്രോപ്സ് ഈ 3 പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം മാറിക്കിട്ടും കേട്ടോ. അസിത ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആംല ചുമ മാറുമെന്നുള്ളത്. തുളസി ഡ്രോപ്സ് ഇട്ടിട്ട് ആവി പിടിക്കുക. നല്ല കുത്തി ചുമയാണെങ്കിൽ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആംല അത് ഊരിയിട്ട് അതിനകത്ത് പൊടിയാണ്, നെല്ലിക്കേൻ്റെ പൊടിയാണ്. അത് വായിലോട്ട് ഇട്ടിട്ട് അലിച്ച് ഇറക്കി കഴിഞ്ഞാൽ തൊണ്ടക്കുള്ള കുത്തി ചുമയങ്ങ് പോകുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ചൂടുവെള്ളത്തിൽ തുളസി ഡ്രോപ്സ് ഇട്ടിട്ട് അത് കുടിക്കുക, ഗാർഗിൾ ചെയ്യുക. അതോടൊപ്പം ആവി പിടിക്കുക. തുളസി ഡ്രോപ്സ്, ആംല, റെസ്പോക്കെയർ ഈ 3 പ്രൊഡക്റ്റും നിങ്ങൾ നിർബന്ധമായിട്ടും വീട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ടാവും. കാരണം കഫം ചെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ വേറെ എന്തെല്ലോ അസുഖങ്ങൾ വരും. ബോഡി പെയിൻ വരുന്നുണ്ടാവും, പനി വരുന്നുണ്ടാവും. കഫം പോകണം. എനിക്കത് എപ്പോഴും ഉള്ളതാണ്. ഇപ്പോഴും ഞാനത് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ. അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നല്ല ചുമയൊക്കെ വരും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വരണോ? ആരെങ്കിലും ഒരാളും കൂടെ സംസാരിച്ചാൽ നമുക്ക് സമയം കവറാവും. ആൻസർ ബൈ 2-3 പ്രാവശ്യം അൺമ്യൂട്ടാകും. പറഞ്ഞോളൂ. സാറേ, അപ്പൊ ഞാനിപ്പോ ഒരു 8 മാസത്തോളം ഇതിനകത്ത് വന്നു. ഞാനിപ്പോ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആംലയും തുളസി ഡ്രോപ്സും പിന്നെ ജോയിന്റ് പെയിനുള്ള സപ്ലിമെന്റുകളുമാണ്. ജോയിന്റ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് മാറ്റവും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ട്. മുട്ടുവേദനയാണെന്ന് വെച്ചാൽ എനിക്ക് ഓട്ടോ അടിക്കുന്ന ബ്രേക്ക് ഒന്നും ചവിട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ ഞാനത് വാങ്ങിച്ച് കഴിച്ചു. ഇപ്പോൾ ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ട് ആ വേദനയിൽ നിന്നും. പിന്നെ അതേ കണക്ക് തന്നെ തുളസി ഡ്രോപ്സ്, എനിക്ക് കുത്തിയുള്ള ചുമയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഈ വണ്ടി ഓടിക്കുമ്പോൾ അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുമ്പോൾ അപ്പൊ ആ തുളസി ഡ്രോപ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് മാറ്റം എന്ന് എനിക്കുണ്ട്. അത് കണക്ക് തന്നെ ആംല കഴിക്കുമ്പോൾ ഒരുപാട് റിസൾട്ടുകൾ എനിക്ക് ശരീരത്തിൽ മാറ്റം വരുന്നുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും കഴിക്കേണ്ട നമ്മൾ ഇതിലെ സപ്ലിമെന്റുകൾ കഴിക്കാത്തതാണെങ്കിൽ അത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ അറിയാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാരും സപ്ലിമെന്റ് ഒഴിവാക്കാതെ സ്ഥിരമായിട്ട് കഴിക്കുക. അത്ര ഉള്ളൂ. ഓക്കെ, താങ്ക് യു അൻസാർ ഭായ്. ഓക്കെ, വേറെ ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും
പ്രൊഡക്റ്റ് സപ്ലിമെന്റിലേക്ക് പോവുക, ആരോഗ്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക, മരുന്നുകൾ കഴിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അത് ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ മാക്സിമം ഒഴിവാക്കുക. കാരണം മരുന്നുകൾ കഴിക്കുന്നത് പറഞ്ഞ് വേറെ അസുഖങ്ങൾ നമുക്ക് വരുന്നുണ്ടാവും. ആ പൈസ ലാഭിക്കാം, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസ ലാഭിക്കാം സപ്ലിമെന്റിലൂടെ. ചെറിയൊരു എമൗണ്ട് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി എല്ലാ മാസവും ചെറുതായിട്ടെങ്കിലും ആരോഗ്യത്തിന് വേണ്ടി മാറ്റി വെക്കുക. ഇതിൽ പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ സപ്ലിമെന്റിന്റെ വാല്യൂ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. കുറേ പുതിയ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എന്താണ് പുതിയ കുറേ ജോയിൻ ചെയ്ത വസതിയൊക്കെ പുതിയതാണ്, അങ്ങനെ കുറേ പുതിയ ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത് ഈ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മരുന്നുകൾ കഴിച്ച് നിങ്ങൾ ആരോഗ്യം നശിപ്പിക്കുന്നതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്ന, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസ സേവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള വെസ്റ്റീജ് കമ്പനിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത ആൾക്കാർ ഇതുവരെ പല ആൾക്കാരും ആദ്യമായി ജോയിൻ ചെയ്യുന്ന സമയത്ത് സോപ്പും പേസ്റ്റും ഒക്കെ ആയിരിക്കും വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് സപ്ലിമെൻ്റ് ആണ്. അത് വളരെ ഉപകാരമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ സമൂഹത്തിനും അത് യൂസ്ഫുള്ളായി മാറുന്നുണ്ടാവും. അത് കഴിക്കാൻ ധൈര്യമുള്ള, കഴിക്കാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രം കൊടുക്കുക. ഒരാളെ നിർബന്ധിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് ആരോഗ്യം വേണമെങ്കിൽ അവർ ചോദിച്ച് വാങ്ങിക്കുന്നുണ്ടാവും. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് എല്ലാവരും ഉപയോഗിക്കുക. നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി വെസ്റ്റീജ് ഉപയോഗിക്കുക. നമ്മുടെ സമൂഹത്തിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, ഇന്നത്തെ സെഷൻ നല്ലൊരു സെഷനാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യം താങ്ക് യു സജിത. വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരോഗ്യ പ്രശ്നം കൊണ്ട് ഇന്നത് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഓൾറെഡി സജിത ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ നല്ല ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഇന്നിപ്പം വെസ്റ്റീജിന്റെ സപ്ലിമെന്റ്സിലൂടെ നല്ല ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയും നമുക്ക് കുറേ സെഷൻ, നമുക്ക് ഇതിനുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ സെഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ യൂട്യൂബിലൊക്കെ പോയി എഴുതി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതി പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കുവാണെങ്കിൽ, അതിവിടെ ഷെയർ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നമ്മളുടെ ലീഡർഷിപ്പും ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധ്യത ചെയ്തത് അവർ ഉപയോഗിച്ച പ്രൊഡക്റ്റിൻ്റെ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പഠിച്ചതാണ് നമ്മൾ പറയുന്നത്. അത് നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കും ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു 5-10 മിനിറ്റ് ഒക്കെ ഇതുപോലെ പറയാൻ സാധിക്കുവാണെങ്കിൽ അടുത്ത സെഷനുകൾ അതിന് അവസരം തരുന്നുണ്ടാവും. ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. വിഷ് യു വെൽ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.